ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ 3 ദിവസം എങ്ങനെ പോയിന്നൊരു ഇതില്ല. 3 ദിവസം 4 ദിവസമായാണ് ശനി ഞായറും കൂടി കൂട്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെ പോയിന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. ഡെഫിനറ്റ്ലി പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല എങ്ങനെ പോയിന്നൊന്നും. കാരണം പനിയായിരുന്നു. അപ്പോൾ അത് റോക്കറ്റ് വിട്ടാൽ വരിക പോയതൊക്കെ. അപ്പോൾ നമ്മളിന്ന് വീണ്ടും ഒരു 4 ദിവസത്തിൻ്റെ ശേഷം വീണ്ടും സ്കൂളിൽ പോകും കേട്ടോ. ഇപ്പോൾ സ്കൂളിലെത്തിയിട്ട് വൈകുന്നേരം വിടുക. അപ്പോൾ ഉച്ചയ്ക്കുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ. ഇന്നും ചങ്ങായിമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത്ര ഇതിലെല്ലാം ഉഷാറോടെ എല്ലാം ഈ വീഡിയോ ചെയ്യണത് വേറെ ഒന്നുമല്ല. പനി പിടിച്ച് ക്ഷീണം വന്ന് ഇപ്പോൾ മേലും കൈ നല്ല രീതിക്ക് വേറെ എടുക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, സ്കൂളിൽ പോകണം. വീട്ടിലിരുന്ന് ചടപ്പിടിക്കും ഗൈസ്. ആലോചിച്ച് നോക്കിയാൽ വൈകുന്നേരം വരെ ടി വി കണ്ടിരിക്കാനായിട്ട് ഏതോ സ്കൂളിൽ പോയിട്ട് ചങ്ങായിമാരിപ്പോൾ വൈബടിക്കുന്നതാണ് ചെയ്യാണ്ടാട്ടോ. അതുമല്ല, ഇന്ന് എൻ്റെ ബാഗ് മുടിഞ്ഞ വെയിറ്റും 6 പുസ്തകം അടുപ്പിച്ചിട്ട് നോട്ട്ബുക്ക് മാത്രമായതുകൊണ്ട് ഹാൻഡ് ബാഗല്ലേ നല്ല വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും വെയിറ്റ് എവിടെ നിന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ 6 ബുക്ക് അടുപ്പിച്ചെടുത്തോണ്ടേ വെയിറ്റ് കുറച്ച് കൂടിയാണ്. ചളി ഗൈസ്. അയ്യോ, ഞാൻ ഷൂപ്പൊന്ന് കഴുകിയെടുത്തോട്ടോ. നേരം വൈകി കുറച്ച് വീട്ടിൽ നടന്നത് മുന്നിൽ നല്ല രീതിക്ക് ചളി പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് വെള്ളം കെട്ടിക്കണോണ്ട് സീനാണ്. ഇതിൽ കൂടെ തന്നെ നടക്കാനും പറ്റുള്ളൂ, വേറെ വഴിയില്ല ഗൈസ്. നമുക്ക് മെല്ലെ വേഗം പോവാം. കാരണം 8 മണി ഇപ്പം തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഗൈസ് അങ്ങോട്ട് നോക്കി ഈ ചളി എവിടെയെങ്കിലും ഒരു വഴി കിട്ടിയാൽ മതി. അത് കൂടെ നടക്കാം. കാരണം ഷൂ ഒന്നാമതിപ്പോൾ ഇന്നലെ കേക്ക് വെച്ചതാണ്. വെള്ള കളറാണ്ട് ഒന്നാകെ ചളിയിരുന്നു. കഴിഞ്ഞ് ചളിയാക്കാൻ വയ്യ കേട്ടോ. ചളി കഴിഞ്ഞാൽ ഒരു മാതിരിയാണ്, പിന്നെ ഇടാൻ തോന്നില്ല. അപ്പോൾ നമ്മൾ കുറേ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും മാങ്ങക്കാലം കഴിഞ്ഞു ഗൈസ്. പക്ഷേ പണ്ടൊക്കെ മാങ്ങ ഉണ്ടാകുമ്പോൾ കല്ലെടുത്തെറിയലും ഇപ്പോൾ മാങ്ങ ഇങ്ങനെ തൂങ്ങി കിടക്കിട്ടോ. ചളിയാവാതെ നോക്കണം ഷൂ. ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. ഞങ്ങളവിടെ ഒരു അമ്പലം, അവിടെ ഒന്നുകൂടി എന്തായാലും വേഗം പോവാ. ചെട്ടിപ്പടി എത്താനായിട്ടുണ്ട്. അയ്യോ, നടന്ന് വയ്യാതെ. അപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെടും. കുറച്ച് പനീൻ്റെ ശേഷം എടുക്കുന്ന കുറച്ച് ക്ഷീണം കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ സെറ്റാക്കും. ഓക്കെ. 3 hours later. ഗൈസ്, ഇത് വൈകുന്നേരമായിട്ടുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് ഞാൻ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചെന്ന് വേറെ ഒന്നുമില്ല. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങി. നേരെ ബസ് കിട്ടിയപ്പോൾ ലേറ്റായി, ഒന്നും കഴിച്ചില്ല. നേരെ ബസ് കയറി സ്കൂളിലെത്തി, ഒന്നും കഴിക്കാതെ പോയി. ഉച്ച വരെ പിടിച്ചു നിന്ന്, ബട്ട് ഉച്ചയ്ക്ക് ശേഷം പിടിച്ചേക്കാൻ പറ്റിയില്ല. വിശന്നിട്ട് പണ്ടാറിളകിയെന്ന് തന്നെ പറയാം. പിന്നെയാണൊന്ന് ഫുഡ് കഴിച്ചപ്പോൾ ഒന്ന് റെഡി ആയിട്ട് ഭയങ്കര വിശപ്പ്. അവരൊന്നും കഴിക്കാതെ ഇറങ്ങിയതാട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ ഒന്നും നോക്കിയില്ല. ബെല്ലടിച്ചപ്പോൾ വേഗം ചങ്ങായിമാരെ പോടി. ഫുഡ് കഴിക്കാനതിൻ്റെ ഇടയിൽ വ്ളോഗ് എടുക്കാൻ ഞാൻ ഫോണ് ബാഗിലെന്ന് വെച്ചിരുന്ന് ഫോൺ എടുക്കാൻ മറന്നുപോയി. ഞാനിപ്പോൾ സ്കൂളിൽ ഇട്ടിട്ട് ഇപ്പോൾ ചെട്ടിപ്പടി എത്തി നിൽക്കുക കേട്ടോ. ഇവിടെ നല്ല മഴ. ഈ മഴ ഇത് കഴിഞ്ഞോട്ടെ വിചാരിച്ചു, അല്ലെങ്കിൽ ജലദോഷം ഒന്നും കൂടി കൂടും, ഇല്ലെങ്കിൽ പനി പിടിച്ച് ഒരു അവസ്ഥയൊക്കെയാണ്. അതൊന്ന് മഴ ഒന്ന് ചോരട്ടെ, എന്നിട്ട് പോകട്ടെ. മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. നമുക്കിനി ചായക്കടിയും കൂടി വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകട്ടോ. അപ്പോൾ ഞാൻ ചായക്കടി എന്തെങ്കിലും പോയി വാങ്ങട്ടെ. ഓക്കെ, നമുക്ക് ചായക്കടി എന്തായാലും പോയി വാങ്ങട്ടെ. ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. മഴ എന്ന് പറഞ്ഞാൽ അങ്ങേ തല മഴയാണ് പെയ്യുന്നത്. നോക്കി ഷൂവൊക്കെ ചളിയായി ഗൈസ്. അങ്ങനെയാണല്ലോ, രാവിലെ ഇറങ്ങുമ്പോൾ ഒരു ചളി ഉണ്ടാവില്ല, വൈകുന്നേരം ഇറങ്ങുമ്പോൾ ഫുള്ള് ചളി. അയ്യോ, ഇവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതാ അന്വേഷിക്കുന്നത്. കിട്ടി. ഞാൻ അവിടെ നിന്ന് എന്തേലും ആകട്ടെ കേട്ടോ. കടി എന്തൊക്കെയല്ലേ?
ഇതെന്താ അവിടുന്ന് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം വേറെ ഒന്നല്ല, മഴ തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ കാണിച്ചിരുന്നു. ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ 2 പത്തിരി ഉണ്ടല്ലോ. പത്തിരി എന്ന് പറഞ്ഞാൽ മറ്റേ വെള്ളപ്പത്തിരി അല്ല, മറ്റേ പൊരിച്ച പത്തിരി ഉണ്ടല്ലോ. ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം. പിന്നെ എന്തായാലും ഞാൻ വാങ്ങിച്ചിരുന്നല്ലോ. പിന്നെ മുട്ട ബജി ഞാൻ വാങ്ങിച്ചിരുന്നു. 4 കടി വാങ്ങിച്ചിരുന്നു. അപ്പോൾ ചായക്ക് എന്തെങ്കിലും കടി വാങ്ങണം. ഇനി ഇപ്പോൾ വാങ്ങാനുള്ളതെന്ന് വെച്ചാൽ പഴം വാങ്ങണം. ഇപ്പോൾ പഴം ഇവിടെ ഉണ്ട് കഴിച്ചു. പഴം വാങ്ങട്ടെ കേട്ടോ. നേരെ പോയിട്ട് പഴം വാങ്ങിയിട്ട് ബാക്കി കാണാം. 1 കിലോ ആണ് വാങ്ങാൻ പറഞ്ഞത്. 1 കിലോ വാങ്ങിയിട്ട് വരാം കേട്ടോ. പഴവും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പഴവും ചായക്കടി വാങ്ങിച്ചിട്ട് 2 പേരുന്ന് വാങ്ങാനുള്ളത്. ഇനിയിപ്പോൾ മഴ ഒന്ന് ചോരട്ടോ. അധികം ചോർന്നില്ലെങ്കിലും കുറച്ചാണ് ചോർന്നത്. ഒന്നുകൂടി ചോർന്നിട്ട് നമുക്ക് പോകട്ടോ. ഓക്കെ, സെറ്റ്. ടൈം എത്രയാവോ? 6:09 കേട്ടോ. രാവിലെ തന്നെ എണീച്ചപ്പോൾ ഒരു നല്ല പണിയാട്ടോ കിട്ടുന്നത്. ഞാൻ രാവിലെ മോട്ടർ ഇട്ടിപ്പോൾ വെള്ളം പൈപ്പ് ഓണാക്കിയപ്പോൾ വീണ്ടും വെള്ളമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ മോട്ടർ നിറഞ്ഞതാണ് ഗൈസ്. പിന്നെ എന്താ വെള്ളം ഇല്ലാത്ത വിചാരിച്ചു. അങ്ങനെ ഞാൻ ബാത്റൂമുകളിലും അടുത്ത പൈപ്പുകളിലൊക്കെ പോയി നോക്കി എന്താ വെള്ളം ഇല്ലാത്തതെന്ന്. അപ്പോഴും കത്തിയില്ല. അവിടെയൊക്കെ പൈപ്പൊക്കെ കൂട്ടിയിരുന്നു. പക്ഷെ എന്താണെന്ന് വെക്കുമ്പോൾ ഞാൻ ഇവിടെ പുറത്ത് വന്ന് നോക്കി. പുറത്തത്തെ പൈപ്പ് പൊട്ടിച്ചതാണോ പൊട്ടിയതാണോ എന്നൊന്നും അറിയില്ല. കാരണം അത് പൊട്ടിക്കിടക്കുന്നുണ്ട്. ഞാൻ വരുമ്പോൾ അതിന് ഇങ്ങനെ വെള്ളം പുറത്തേക്ക് ചീറ്റി പോകുന്നതാട്ടോ. കാരണം ഇവിടെയൊക്കെ വെള്ളം എന്തായാലും മഴയുണ്ട്. അതിൻ്റെ ഇപ്പോൾ വെള്ളം കൂടിയാണ്. ഞാൻ കാണിച്ചത് എന്തായാലും നിങ്ങൾക്ക്. ഒരു രക്ഷയില്ലാത്ത മഴ കൊണ്ടൊക്കെ ആ പൈപ്പാട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ നന്നാക്കാൻ കൊടുക്കുന്ന സാധനങ്ങളാണ്. ഈ വാൽവ് ഞാൻ പൂട്ടിട്ടോ. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ വെള്ളം ചീറ്റുന്നതാണ്. മോട്ടറിൽ വെള്ളം കയറുക. ഞാൻ തുറന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഉണ്ടല്ലേ ഗൈസ്. ഇത്രയും നേരം ഞാൻ രാവിലെ മോട്ടർ ഓണാക്കിയിട്ട് വെള്ളം ചാടി. മോട്ടറിൽ നിന്ന് വെള്ളം ചാടി. പിന്നെ ഞാൻ ഇപ്പോൾ നീച്ച് നോക്കണുള്ളൂ. അപ്പോൾ നീച്ച് നോക്കുമ്പോൾ പൈപ്പിൽ വെള്ളം എന്ന് പറഞ്ഞ സാധനമില്ല. അപ്പോഴേക്ക് ഞാൻ എന്തായാലും രാവിലെ മോട്ടർ ഇട്ട് കിടന്നതാണ് രണ്ടാമത്. ഞാൻ വിചാരിച്ചത് ഇപ്പോൾ എന്താ വിചാരിച്ചത്. പിന്നെ ഫുള്ള് പോയി നോക്കിയപ്പോൾ പൈപ്പും കാര്യങ്ങളൊക്കെ പൊട്ടിയിരുന്നു. അപ്പോൾ അതിനൊന്നും വെള്ളം പോകില്ല. ബട്ട് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഓഫായിട്ടില്ല. അവിടുന്ന് ഇങ്ങനെ വെള്ളം തെറിക്കുന്നത് നിങ്ങളിപ്പോൾ കണ്ടില്ലേ. ഇങ്ങനെ വെള്ളം തെറിക്കുന്നതാട്ടോ കണ്ടത്. അപ്പോൾ തന്നെ മനസ്സിലായി പൈപ്പ് പൊട്ടിയതെന്ന്. ഈ ഓല വീണതാണോ എന്ന് ഡൗട്ടുണ്ട്. ബട്ട് ഗൈസ് അതെങ്ങനെ സാധിക്കുന്ന? ഓല എവിടെയാണ് കിടക്കുന്നത്? പൈപ്പിൻ്റെ എത്രയോ ദൂരെ പൈപ്പാണ് അവിടെ. പിന്നെ എങ്ങനെ ഓല ഊങ്ങിപ്പോൾ ആരെയും പൊട്ടിച്ചതാണോ? ആരെയും കാലയൊക്കെ വന്നാൽ മതി. പക്ഷേ അവിടെ ഒരു പൈപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവല്ലോ. അവിടെ ആ പൈപ്പ് നല്ല വർക്കിംഗ് ആണ്. പിന്നെ എന്തിനാ ഇവിടെ വന്ന് കാലയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാത്തത്. എനിക്കിപ്പോൾ അങ്ങോട്ട് നന്നാക്കാൻ വന്നതാണ് ഞാൻ. നന്നാക്കാൻ പോകാനും പറ്റില്ല. കാരണം ഉണ്ടല്ലേ ഒടുക്കത്തൊരു മഴ. ഇവിടെ നല്ല പുല്ലാട്ടോ. പാമ്പുണ്ടോയെന്നൊന്നും അറിയില്ല. എൻ്റെ ക്യാമറ നനഞ്ഞപ്പോൾ ഈ വ്ളോഗ് ഇവിടെ നിൽക്കും. നോക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്നൊരിതിൽ ഞാൻ ആ പൈപ്പ് ഞാൻ കാണിച്ചു തരാം ഗൈസ്. കണ്ടില്ലേ പൈപ്പ് ഇതാട്ടോ. ഇതുമ്പന്ന് നേരെ പൊട്ടി വന്നു. എൻ്റെ ഫോണൊക്കെ നനഞ്ഞ്. ഞാൻ നിങ്ങൾക്ക് അതാണ് വേഗം കാണിച്ചു തന്നത് കേട്ടോ. ഒരു വിധത്തിൽ കുത്തി കയറ്റിയിട്ടുണ്ട്. പക്ഷേ ലൂസാണോ എനിക്കൊരു ഡൗട്ടുണ്ട്. ഒന്നും കൂടി ആമർ എടുത്തോന്ന് അടിച്ച് കയറ്റേണ്ടി തോന്നുന്നു. പോരഞ്ഞി പോന്നു കഴിഞ്ഞാൽ മോട്ടറിൽ വെള്ളം വേണ്ടേ. ഞാൻ ഓണാക്കിട്ടോ. അതൊക്കെ ഓണാക്കിയെന്ന് വരൂലെന്ന് തന്നെ പ്രതീക്ഷിച്ച്. എപ്പോൾ വരുന്നൊന്നുമില്ല. നമുക്കെന്തായാലും മോട്ടർ നിറയാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. എത്ര മിനിറ്റ് പിടിക്കുമെന്ന് അറിയില്ല. കുറേ വെള്ളം പോയിന് മോട്ടറിന്. അങ്ങനെ ആമർ എടുത്തോന്ന് അടിച്ച് കയറ്റിയിട്ടുണ്ട്. അധികം അടിച്ചിട്ടില്ലെങ്കിലും കുറച്ച് അടിച്ച് കയറ്റി. അധികം അടിച്ചാൽ പൈപ്പ് പൊട്ടിട്ടൊന്നാകെ. മാത്രമല്ല ഇന്ന് എനിക്ക് സ്കൂളില്ല. കാരണം എന്തോ ടീച്ചർമാരൊക്കെ ലീവ് ആയതാണെന്ന് തോന്നുന്നു. ക്ലാസ് ഇല്ലയെന്ന് വിട്ടിരിക്കണ്. അപ്പോൾ പിന്നെ സീനില്ല. അല്ലെങ്കിൽ ഈ നേരത്തൊക്കെ ഞാൻ കുളിച്ച് മാറ്റി റെഡി ആവേണ്ട ടൈമാട്ടോ. ഇനിയിപ്പോൾ അശ്വിന് ക്ലാസ് ഉണ്ട്. എനിക്ക് വേറൊരു സ്ഥലത്ത് ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിന് പോയിട്ടുണ്ട്. അത് കണ്ടൻറ് ക്രിയേഷൻ്റെ ക്ലാസ് ആട്ടോ. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ ഇല്ല, തിരൂരങ്ങാടി ഭാഗത്താണ്. അപ്പം ഇനി അങ്ങോട്ട് പോകണം. നോക്കിയാൽ ഈ ചോപ്പ് റൂമാട്ടോ. ഇതിപ്പോൾ വെള്ളം ഒഴിക്കാനായിട്ട് ആ പൈപ്പിൽ ഇതും ഇല്ല. അല്ലെങ്കിൽ വെള്ളം എടുത്ത് വെച്ചിരുന്നു. അയ്യോ ആമർ ഇവിടെ നിറച്ച് ചോപ്പ് റൂം തന്നെ കേട്ടോ. വരിക്കിങ്ങനെ പോണത്. പിന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടിക്കണം.